ഹലോ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് പക്കാവടയാണ്. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് 5 സ്ലൈസ് ബ്രെഡ്, ഒരു സവാള, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണേ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസാണ് കേട്ടോ. ആദ്യം നമുക്ക് സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. സവാള ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണേ, എന്നാലും നമുക്ക് പെട്ടെന്ന് വേവാനൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തത് ബ്രെഡ് നമ്മൾ ഇങ്ങനെ കുഞ്ഞ് 4 ക്യൂബ്സ് പോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇത് കുഴച്ചൊക്കെ എടുക്കാൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ബ്രെഡ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് സ്ലൈസ് കുഞ്ഞതായിട്ട് അരിഞ്ഞത്, സവോള എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കുന്നുള്ളൂ. നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് ഡബിളാക്കിയാൽ മതി. ഒരു 10 സ്ലൈസ് ബ്രെഡും 2 സവോള, ബാക്കിയെല്ലാം നമ്മൾ കുറച്ചും കൂടി അതിൽ കൂടുതൽ എടുത്താൽ മതി. ഇത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെസിപ്പി സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാട്ടോ. ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ സവാള, പച്ചമുളക്, ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ കറിവേപ്പില, അതും നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് വേണേ അതൊന്ന് കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ ബാറ്റർ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വെള്ളവും ഈ മസാലയൊക്കെ ആയിട്ട് മിക്സ് ആവണ വരെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അത് ഒരു ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് നമുക്ക് അധികം സമയമൊന്നും വേണ്ട. ഇതൊന്ന് വെന്ത് നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ള കാര്യം ഉറപ്പാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിലും മുതിർന്നവരൊക്കെ ആണെങ്കിലും ബ്രെഡൊക്കെ ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആയിരിക്കും. അവർക്ക് ഈ ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കഴിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ വെച്ച് ഡിപ്പ് ചെയ്ത് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അല്ലാതെ വെറുതെ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാട്ടോ ഇത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് പക്കാവട റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോസിൻ്റെ കൂടെയും കഴിക്കാനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. താങ്ക്